ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല. അന്ന് കോൺഗ്രസ് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിന് കൂട്ടുന്നതിനോടുള്ള പ്രതികാരമുണ്ടായി, ഞങ്ങളതിന് ഗുണഭോക്താക്കളായി. പക്ഷേ ഞങ്ങളത് ആസ്വദിച്ചില്ല. ഞങ്ങളത് അതിന് പോരട്ടെ, എന്നാൽ ലീഗ് കൊടുക്ക് പോരട്ടെ ഞങ്ങൾ കരുതിയോ? മുസ്ലിം ലീഗ് കൂടെ പോരട്ടെ ഞങ്ങൾ വിചാരിച്ചില്ല. ഇപ്പോഴും ലീഗ് വേണ്ട, അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ലീഗ് വേണ്ട, മുസ്ലിം ലീഗ് വേണ്ട, ചാടിയ ഓടി വരും ലീഗ്. ഞങ്ങൾ വിളിക്കാത്തതിന് കാരണം എന്താണ്? നമ്മുടെ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തോടൊപ്പം അങ്ങനെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി വന്നാൽ അതിന്റെ ഭാഗമായി BJP ആണ് ശക്തിപ്പെടുക. UDF-ന്റെ അവസ്ഥ എന്താണ്? UDF-ന്റെ അവസ്ഥ ഉത്തര കേരളത്തിൽ തല ലീഗാണ്, കോൺഗ്രസ് വാലാണ്. ദക്ഷിണ കേരളത്തിൽ വരുമ്പോഴോ തല കോൺഗ്രസ് ആണ്, വാലായ ലീഗുണ്ടോ? ഇല്ല. 2 കൊല്ലം മുമ്പ് സംസ്ഥാന CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ പ്രസ്താവന അയച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് ഒരു കറ തീർന്ന മതേതര പാർട്ടിയാണ്. MV ഗോവിന്ദൻ പറഞ്ഞതാണ്, മുസ്ലിം ലീഗ് ഒരിക്കൽ CPM-മായി സന്ധി ചേർന്നവരാണ്, ഞങ്ങൾക്ക് ആരോടും യാതൊരു വിധത്തിലുള്ള ശത്രുതയുമില്ല. മുസ്ലിം ലീഗിനെ പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മുസ്ലിം ലീഗിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന് മുസ്ലിം ലീഗിൻ്റെ ആലയിൽ പോയി അവരോട് എല്ലാ ദിവസവും വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന CPM വരില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയെ ഇന്ന് എഴുത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അത് മാത്രമല്ല, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞാണ് INL എന്ന് പറയുന്ന കക്ഷി രൂപീകരിച്ചത്. ആ INL ഇന്ന് ആരുടെ ഘടകകക്ഷിയാണ്? LDF-ന്റെ ഘടകകക്ഷിയാണ്. അപ്പൊ INL-നെ കക്ഷത്ത് വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.